കേന്ദ്ര സർക്കാരിന്റെ വിവിധയിനം പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതാവ് രാജീവ് ചന്ദ്രശേഖർ. അതിനാണ് ചുമതലപ്പെട്ട ഒരു കേന്ദ്ര നേതാവായി ബി.ജെ.പി അദ്ദേഹത്തെ കേരളത്തിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന ബംഗളൂരു ആസ്ഥാനമാക്കിയ മലയാളി വ്യവസായിയെ കേരളത്തിന് അത്ര പരിചയമില്ലെങ്കിലും മുൻ കേന്ദ്രമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നെന്നത് കേരളത്തിന് മൊത്തത്തിലറിയാം. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ തൻ്റെ ബംഗളൂരു വിലാസം തൽക്കാലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. കൂടുതൽ സമയം തിരുവനന്തപുരത്തെ ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം സജീവമാകുന്നതിനും ബി.ജെ.പി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കൂടുതലായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിനും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലീകരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കം. കവടിയാറിൽ വാങ്ങിയ പുതിയ വീട്ടിലേക്ക് അടുത്ത മാസം താമസമാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് ആവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയതും ഇടത് സർക്കാർ മറന്നു കളഞ്ഞതുമായ പദ്ധതികൾ ഏതൊക്കെയെന്നും സ്ഥാനാർത്ഥി എന്നപ്പോൾ തന്നെ വ്യക്തമായി രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിരുന്നു. അതിനൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ കേരളത്തിൽ ആരും അറിയാതെ പോകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെത്തി ബി.ജെ.പി കൗൺസിലർമാരുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി. നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി കൗൺസിലർമാരുമായുള്ള ചർച്ചയിൽ അദ്ദേഹം വിലയിരുത്തി. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും മെല്ലെപ്പോക്കാണെന്ന് കൗൺസിലർമാർ തെളിവ് സഹിതം പറഞ്ഞു. ബി.ജെ.പി ജില്ലാ അധ്യക്ഷനും കൗൺസിലറുമായ വി രാജേഷും ഒപ്പമുണ്ടായിരുന്നു. മുൻ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനുമായ ഡോക്ടർ ടി.പി. ശ്രീനിവാസനുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച് അദ്ദേഹവുമായും ചർച്ച ചെയ്തു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന പദ്ധതി തയ്യാറാക്കുകയുമാണ് ലക്ഷ്യം. എന്തായാലും ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കേന്ദ്ര നേതാവായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ താൻ മത്സരിച്ച തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.